അടുത്ത വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് സ്വർണവുമായി മുങ്ങിയ ജീവനക്കാരൻ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി സമീറാണ് പിടിയിലായത്. 44 പവൻ സ്വർണവുമായി ഇയാൾ കടന്നുകളയുകയായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യവേ ബംഗാളിൽ വെച്ചാണ് RPF ഇയാളെ പിടികൂടിയത്. കവർന്ന സ്വർണവും ഇയാളിൽ നിന്ന് കണ്ടെത്തി. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ദൃശ്യങ്ങൾ പുറത്തു വന്നു, അതിൽ ഇയാളുടെ മുഖമൊക്കെ വ്യക്തമാകുന്നതുമാണ്. എന്താണ് സംഭവിച്ചത്? റോഷ്നി, കോഴിക്കോട് ഒളവണ്ണ ഒടുംബ്രയിലുള്ള സ്ഥാപനമാണ് വി ഗോൾഡ്. ഇതൊരു സ്വർണ്ണാഭരണ നിർമ്മാണശാലയാണ്. ഇവിടെ ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് സമീർ എന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി ജോലിക്ക് വരുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒരു 350 ഗ്രാമോളം സ്വർണം അത് ഈ സ്ഥാപനത്തിന്റെ ഉടമ സമീറിനെ ഏൽപ്പിച്ചിരുന്നു. 350 ഗ്രാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 44 പവൻ സ്വർണം വരും. ഈ സ്വർണം കയ്യിൽ കിട്ടിയതിന് പിന്നാലെ സമീർ അതുമായി സ്ഥലം വിടുകയായിരുന്നു, മുങ്ങുകയായിരുന്നു. ശേഷം ഈ സ്ഥാപന ഉടമ നല്ലളം പോലീസിൽ ഒരു പരാതി നൽകുന്നു. അങ്ങനെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. അതിൽ റോഷ്നി പറഞ്ഞതുപോലെ ഇയാളുടെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചതാണ്. തുടർന്ന് ഇയാൾ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായതിനാൽ അയാൾ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത അത് നല്ലളം പോലീസ് കാണുകയും അങ്ങനെയാണ് ഇയാളെ ബംഗാളിലുള്ള പോലീസുമായി നല്ലളം പോലീസ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി ഇയാളെ ബംഗാളിൽ വെച്ച് RPF പിടികൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവേക് എക്സ്പ്രസിൽ ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുകയായിരുന്നു സമീർ. അതിനിടയിലാണ് അവിടെ RPF സംശയം തോന്നുകയും ഇയാളെ പരിശോധിക്കുകയും ചെയ്യുന്നത്. ഇയാളുടെ കൈവശം ഈ കവർന്ന സ്വർണമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അത് പൂർണ്ണമായും ഇയാളുടെ കൈവശമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിലേതായാലും RPFന്റെ കസ്റ്റഡിയിലാണ് ഈ സമീർ ഉള്ളത്. നാളെ ഇയാളെ തിരികെ കോഴിക്കോടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നല്ലളം പോലീസ് നൽകുന്ന വിവരം. ശരി, എന്തായാലും മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.